ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അവിടെ നിൽക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ചെറിയ പരിപാടിക്ക് വേണ്ടി വന്നായിരുന്നേ. നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരല്ലേ, ടൂർ പാക്കേജൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരല്ലേ. കണ്ടോ, എയർപോർട്ട് പുറകെ കാണാമല്ലോ അല്ലേ. പിന്നെ നമ്മളിപ്പോൾ ഡൊമസ്റ്റിക്കിൻ്റെ അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ടൂർ പാക്കേജൊക്കെ എടുത്ത് പോകാനായിട്ട് നമുക്കൊരു സഹായമാകുന്ന ഒരു ട്രാവൽ ഓഫീസ് കട്ടപ്പനയിൽ ഒരെണ്ണമുണ്ട്. അവരുടെ മറ്റൊരു ശാഖ ഇപ്പം കൊച്ചിയിലേക്ക് മാറിയിട്ടുണ്ട്. എയർപോർട്ടിനടുത്ത് തന്നെയായിട്ട് നായ്ത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബഡ്ജറ്റ് ഹോളിഡേയ്സ്. ഞാനിത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ മകളും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവൾക്കും കൂടി ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിനനുസരിച്ച് നമ്മളിവിടെ വന്നായിരുന്നേ. അപ്പോൾ നമുക്ക് ടൂർ പാക്കേജ് എടുത്ത് തായ്ലൻഡോ മാൽദീവ്സിലോ സിംഗപ്പൂരോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ സഹായം നല്ല രീതിയിൽ കിട്ടുന്നതാണ്. എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. എൻ്റെ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ ആ ഉദ്ഘാടന സംബന്ധമായുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. മുദ്രയിടപ്പെടുന്ന ഈ സ്ഥാപനം എന്നേക്കും ദൈവം നിങ്ങൾക്ക് വിശ്വാസികളായി നിങ്ങൾ വാങ്ങിപ്പോയവരുടെ പാപപരിഹാരം നൽകട്ടെ. പരിശുദ്ധമായിട്ടുള്ള അനുബന്ധിച്ചാണ് പ്രശസ്ത സിനിമാ താരം അപർണ ദാസ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട അപർണ ഇവിടെ
നമ്മുടെ സമയത്തിന് തന്നെ എത്തിച്ചേർന്നിരിക്കണം. അതിന് ഞാൻ ആദ്യം ഒരു വലിയ കൈയടി. ഓക്കെ, സോ നമുക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിനമാണ്. ഈ ഒരു ദിവസത്തിൽ നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം ബഡ്ജറ്റ് ഹോളിഡേയ്സിന്റെ ഈ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എത്രയധികം രാജ്യങ്ങൾ അല്ലെ, എത്രയധികം ഹോളിഡേയ്സ്, എത്രയധികം സ്ഥലങ്ങൾ. ഓൾറെഡി നമുക്ക് ഒരുപാടധികം കപ്പിൾസിനും ഒരുപാടധികം ആൾക്കാർക്കും ഇന്നും പ്രിയപ്പെട്ടതായിരിക്കാൻ ബഡ്ജറ്റ് ഹോളിഡേയ്സിന് ഒരു കാരണമേ ഉള്ളൂ. എന്താണ്? അവർ നിലനിർത്തുന്ന ക്വാളിറ്റി. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മുടെ നെടുമ്പാശ്ശേരിയുടെ മണ്ണിലും എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സുദിനം ഏറ്റവും ഭംഗിയായി ആഘോഷിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതിന് ആവശ്യമാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയോടും അതോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നന്മയോടുകൂടിയും നമുക്ക് ഈ ഒരു ചടങ്ങിലേക്ക് കടക്കാം. അതിനു മുമ്പതായി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 അതിഥികളെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാനുണ്ട്. നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ദൈവികമായ ഒരു പ്രസൻസ് എപ്പോഴും നല്ലതാണ്, നമുക്ക് ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തിരുമേനിയും അതുപോലെ തന്നെ നമ്മുടെ ഫാദറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ 2 പേരെയും നമുക്ക് ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കാം. കൂദാശ ചടങ്ങുകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് അവരെ 2 പേരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് മാറ്റി നിർത്താനാകാത്ത കാര്യമാണ് അല്ലേ? അപ്പൊ നമുക്ക് 2 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കാം. സോ ഇവന്റ് ഇത്രയും ഭംഗിയാക്കി നമുക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ ഈ അതിഥികളെ എല്ലാം ഇത്രയും നന്നായിട്ട് സ്വീകരിക്കാനും നമുക്ക് കഴിയണം അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഫാദറിനെ ആദ്യം ക്ഷണിക്കാം. തിരുമേനിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ ഏലിയാസ് മോർ അത്താനസിയൂസ്, അതുപോലെ തന്നെ ഫാദർ വർഗീസ് മണ്ണാരമ്പൽ അല്ലേ? നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ്. നമുക്കറിയാം ഒരുപാട് സിനിമകളിലൂടെ, ബീസ്റ്റ് പോലുള്ള ഫിലിമിലൂടെയൊക്കെ നമുക്ക് ഒത്തിരി പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ഒരു ചടങ്ങ് നിർവഹിക്കാം. കല്യാണം കഴിഞ്ഞതിന് ക്ഷീണം മാറി. എല്ലാ പ്രാർത്ഥനകളും ഈ ഒരു സാഹചര്യത്തോടുകൂടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വേളയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ദൈവമായിട്ടും ആഗ്രഹിക്കുന്നവരും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകളും ഈ ഒരു സഭയോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസുകൾ ആവശ്യമാണ്. കുടുംബാംഗങ്ങളുടെയും ചെയർമാനെ വിളി മത്തിഞ്ഞു എന്റെ കൈമേന്ന് വിട്ടു
ബേസിലോനെ കത്തിച്ചു നീഞ്ഞു വന്നു. ഈ സ്ഥലത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും പ്രതിയായിരിക്കുന്ന അതുപോലെ ഇന്ന് അതിഥിയായി വന്നിട്ടുള്ള ഫിലിം സ്റ്റാർ വലച്ചുകൊണ്ട സഹോദരികൾ, അന്തർദേശീയ വിമാനത്താവളത്തിൻ്റെ കവാടത്തിലാണ് വലിയ പ്രസിദ്ധനായ ഒരു എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയത്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഹോളിഡേസിന്റെ ആദ്യത്തെ ഓഫീസ് ഇതുപോലെ ഉദ്ഘാടനം ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. അവിടെ നിന്ന് ഒരു വളരെ രണ്ടാമത്തെ അതും ഇടുക്കി പോലെ വളരെ ഉള്ളിലിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നത് ഞാൻ അങ്ങനെ പറയല്ല. ബിക്കോസ് ഇവിടെയാണ് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് എക്സ്പോഷർ കൂടുതലുള്ള സ്ഥലമാണ്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഓഫീസ് തുടങ്ങാൻ അതൊരു ചെറിയ കാര്യമല്ല. അപ്പം അത് കൊണ്ട് സാധിച്ചതിൽ ആദ്യത്തെ ഓഫീസ് തുടങ്ങിയത് എന്തെങ്കിലുമൊക്കെ ഒരു ഐശ്വര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷം. പേഴ്സണലി എനിക്ക് അന്ന് വന്നപ്പോഴും ജാക്കിനായാലും ഫാമിലി ആയാലും എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് തോന്നിയതാണ്. ആക്ഷൻ സ്പീക്സ് ബെറ്റർ ദാൻ വേർഡ്സ് എന്ന് പറയുന്ന പോലെ ഒരു ഫംഗ്ഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണെങ്കിലും നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ നമുക്ക് കാണാം എത്ര ആൾക്കാരാണ് ഇവര് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതും. ഞാനും പോയിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ ഇപ്പൊ പറയാം, കല്യാണം കഴിഞ്ഞല്ലോ കുഴപ്പമില്ല. അപ്പം അത് വളരെ എന്താ പറയുക, നമുക്ക് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും നമ്മുടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥലം കാണിക്കാനും എല്ലാം വളരെ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ബഡ്ജറ്റ് ഹോളിഡേസ്. അപ്പം ഇനി ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പുതിയ പുതിയ ശാലകൾ വളർന്നിട്ടാവട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ തന്നെ വിളിച്ചതിൽ താങ്ക് യു സോ മച്ച്. കല്യാണം കഴിഞ്ഞുള്ളൂ, ഹണിമൂണൊക്കെ കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷ. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇൻസ്റ്റാഗ്രാം ഓൾറെഡി പോസ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും ചെക്കൗട്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കാണാം. എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് ബഡ്ജറ്റ് ഹോളിഡേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ്. അതോടൊപ്പം തന്നെ അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത്രയധികം ട്രിപ്സ് അല്ലെ പരിചിതമായ ഒരു മുഖമാണ്. മനോഹരമായ സിനിമകളിൽ നമുക്ക് ഒട്ടും മാറ്റാൻ പറ്റില്ല അല്ലെ. ഈയിടെ കല്യാണം കഴിഞ്ഞു, പക്ഷെ ഇന്നത്തെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആണ്. അപ്പോ ഒരുപാട് നന്ദി പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണിത്. എല്ലാവരുടെയും പ്രാർത്ഥനയും നന്മകളും ഒക്കെ ഒത്തുചേർന്നു അമ്മയുടെ ഒക്കെ ചിരി പോലെ എന്നും നല്ലതാവട്ടെ. അപ്പോ നമുക്ക് മറ്റൊരു അതിഥിയോട് മിസ്റ്റർ മാത്യു തോമസ് സാറിന്റെ വാക്കുകളും നമുക്ക് ഇന്ന് ഒരുപാടധികം അനുഗ്രഹമാണ്. അംഗമായ
നഗരസഭാ പ്രദേശത്ത് എയർപോർട്ടിൻ്റെ അതോടുകൂടി ഒരുപാട് സാധനങ്ങൾ പുതിയതായി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രദേശമാണ്. എയർപോർട്ടിൽ ആളുകളുടെ ആൾക്കാർക്ക് സിനി ഏതെടുത്താ മേരിയോട് പറഞ്ഞ Budget holidays, tours and travels. കൈയടി പോരാ, ആർക്കും ഒരു എനർജി ഇല്ലല്ലോ. ഇപ്പൊ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ചെറിയൊരു ഫംഗ്ഷനാണ്, പക്ഷേ ഇതിന്റെ പ്രവർത്തനങ്ങൾ ചെറുതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ആണ് ഇന്ന് എല്ലാം. അപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരുപാട് സിനിമയിലുള്ള ആൾക്കാരല്ലാത്തവർ, ഒരുപാട് പേര് ഇവരെ വിശ്വസിച്ച് ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. രണ്ടാമത്തെ ഓഫീസാണ് ഇതിന്. ആദ്യത്തെ ഓഫീസും ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഇത് രണ്ടാമത്തെ ഇതിലാണ് വരുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഏതൊരാൾക്കും ഉള്ള ആഗ്രഹമാണ് ലോകം മുഴുവൻ ട്രാവൽ ചെയ്യണം എന്നുള്ളത്. നമുക്ക് പലർക്കും അങ്ങനെ പോകാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ്. അപ്പോൾ ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമുക്കൊക്കെ കയ്യിൽ ഒതുങ്ങാവുന്ന ബഡ്ജറ്റിൽ നമ്മളെ ലോകം കാണിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം ഞാൻ പേഴ്സണലി ഇവരോട് ഒരിക്കൽ മാൽദീവ്സ് ട്രിപ്പ് പോയിട്ടുണ്ട്. ആൻഡ് അത് ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി ആയിരുന്നു. ഞാൻ എപ്പോഴും ഓർത്ത് വെക്കുന്ന കുറച്ച് ദിവസങ്ങളാണത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവർക്കും കുറച്ചുകൂടെ വലിയൊരു മൈക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഏരിയ കവർ ചെയ്ത് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെ എന്തെങ്കിലും പേഴ്സണലി ഫാമിലി ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാണ്, വരണം. പിന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഒന്നുകൂടെ നേരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഓഫീസുകളും സ്ഥാപനങ്ങളുമായി വലിയ ബഡ്ജറ്റ് ഹോളിഡേയ്സും ലക്ഷറി ഹോളിഡേയ്സും അങ്ങനെ പല 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 ഇതായിട്ട് വളരാൻ പറ്റട്ടെ. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. എനിക്ക് വരാൻ പറ്റിയതിൽ സന്തോഷം. അടുത്ത ഇനോഗ്രേഷനും എന്നെ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഡിസൈനിങ് ചെയ്ത ആൾക്കും വർക്ക് ചെയ്ത ആൾക്കും മിസ്റ്റർ എബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നമുക്ക് അപർണദാസിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ബഡ്ജറ്റ് ഹോളിഡേയ്സിന്റെ ടീമിൽ കൊടുക്കണം എന്നുണ്ട്. ഒരു നിറഞ്ഞ കൈയുടെ ആയിക്കോട്ടെ. ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത ഏറ്റവും ഭംഗിയുള്ള ഇന്റീരിയേഴ്സോടുകൂടി നമുക്ക് എത്തിച്ചു തന്നതല്ലേ. ഇന്ന് നമ്മൾ ഈ കാണുന്ന ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഇവരുടെയും ഹാർഡ് വർക്കിന്റെ ഫലമാണ്. എല്ലാവരും ഒരു നിറഞ്ഞ കൈയടി. മിസ്റ്റർ ബിജുവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ മനസ്സൊന്നടുപ്പിക്കാം. ഇവരുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ബഡ്ജറ്റ് ഹോളിഡേയ്സിന്റെ കഷ്ടപ്പാടും ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഒത്തുപിടിച്ച മലയും പോരും എന്നല്ലേ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും, ഈ പറഞ്ഞ എല്ലാവരുടെയും കഷ്ടപ്പാടിന്റെയും കൂടെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ബഡ്ജറ്റ് ഹോളിഡേയ്സിന് എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ആദ്യം അപർണദാസിനെ നമുക്ക് യാത്രയാക്കാം. സോ ഫുഡ് ആൻഡ് സ്നാക്സ് ഒക്കെ നമുക്ക് ഇവിടെ ഓൾറെഡി റെഡിയാണ് ബാക്ക് സൈഡില്. സ്പെഷ്യലാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗസ്റ്റുകളും സ്പെഷ്യലാണ്, ഓരോരുത്തരും സ്പെഷ്യലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാനായിട്ട് മിസ്റ്റർ സണ്ണി സ്റ്റോറിൽ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരേണ്ടത്. നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറെ പ്രിയപ്പെട്ട അപർണദാസ്, മുനിസിപ്പൽ ചെയർമാൻ ഏറെ സ്നേഹം നിറഞ്ഞ മാത്യു തോമസ്, ബഹുമാനപ്പെട്ട നമ്മുടെ ബിൽഡിങ്ങിന്റെ ഓണർ കെ വി ബേബിച്ചായൻ, ഏറെ സ്നേഹം നിറഞ്ഞ ബഡ്ജറ്റ് ഹോളിഡേയ്സിന്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ബഡ്ജറ്റ് ഹോളിഡേയ്സിന്റെ കേരളത്തിലെ രണ്ടാമത്തെ ഓഫീസാണ് ഇന്ന് നെടുമ്പാശ്ശേരിയുടെ മണ്ണിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുടുംബാംഗമായ അപർണദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കട്ടപ്പനയിൽ മാത്രമല്ല കേരളം മുഴുവൻ ബ്രാഞ്ചുകളുള്ള ഒരു ഓഫീസായി മാറട്ടെ എന്ന് ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും കട്ടപ്പനയുടെ മണ്ണിൽ നിന്ന് ഈ ഉദ്ഘാടനം കൂടെ എത്തിയ ഒരുപാട് ആൾക്കാരിവിടെ ഉണ്ട്. എല്ലാവരെയും പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ യോഗം, നമ്മുടെ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയപ്പെട്ട അപർണദാസിന് ബഡ്ജറ്റ് ഹോളിഡേയ്സിന്റെ കുടുംബത്തിന്റെ നന്ദി അറിയിക്കുന്നു. ബഡ്ജറ്റ് ഹോളിഡേയ്സിൽ എത്തിച്ചേർന്ന ഫാമിലിയിലെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് തന്നതിന് മിസ്റ്റർ സണ്ണി സ്റ്റോറിനോട് നന്ദി പറയുന്നു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ വിശപ്പൊക്കെ വന്നു തുടങ്ങിക്കാണോ? എല്ലാവർക്കും നമുക്ക് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് തന്നെ സ്നാക്സ് ആൻഡ് ടീ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
എല്ലാവരും ഭക്ഷണം കഴിക്കാനായി തൊട്ടുപുറയിലേക്ക് പോവുക. ഇനി നമുക്ക് എല്ലാവർക്കും കേരളക്കര നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെണ്ടമേളം, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു ഹരമാണ് ചെണ്ടമേളം എന്ന് പറയുന്നത്. അത് നമുക്ക് ഏറ്റവും ഭംഗിയായി ഇവിടെ ഒരുപാട് പേരുണ്ട് ഈ ഇത്രയും നേരം നിന്ന് നമുക്ക് വേണ്ടി ഇവിടെ നിന്ന് കൊട്ടി നമ്മളെല്ലാവരും ആ താളത്തിന്റെ ആ ഒരു മേളത്തിലെത്തിച്ച് എല്ലാവർക്കും ഒരു നിറഞ്ഞ കൈയടി ആയിക്കോട്ടെ. ഒരു കൈയടി കൊടുത്തേ. എത്ര നേരം അവർ വീർത്ത് നിന്ന് കൊട്ടിയതാണ്. ഒരു കൈയടി കൊടുത്തേ. പേര് പറയൂ. എൻ്റെ പേര് മെർലിൻ. ബഡ്ജറ്റ് പോളിസി വർക്ക് ചെയ്യാം. അതെ, 1.5 വർഷമായി ബഡ്ജറ്റ് പോളിസി വർക്ക് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങളുടെ നമ്മൾ ടൂർ പാക്കേജസ് ആണ് മെയിൻലി ചെയ്യുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ചെയ്യുന്നുണ്ട്. പാക്കേജസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്റർനാഷണലി മാൽദീവ്സ്, തായ്ലൻഡ്, മലേഷ്യ, ബാലിയൊക്കെ ചെയ്യുന്നത്. ഡൊമസ്റ്റിക് നമ്മൾ ലേക്ക്, ആഗ്ര, മണാലി, കാശ്മീർ, ഗോവയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ദെൻ ഇൻസൈഡ് കേരള വെച്ച് നമ്മൾ ചെയ്യുന്നത്.